നോക്കി പറയരുത് യാതൊരു കാശിലും പറയരുത്. ഞാൻ നിങ്ങളെ ഇങ്ങനെ പ്രഷർ തീർക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മുനിസിപ്പൽ മജിസ്ട്രേറ്റിൻ്റെ പരീക്ഷ ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്വാളിഫൈഡ് ആയി കിട്ടണം. പറയും 1 മുതൽ 15 വരെ പറയും. Chapter 1 Introduction, Section 1 Title and extent of operation of the code. Section 2 Punishment of offences committed within India. Section 3 Punishment of offences beyond committed beyond which the law may be tried within India. Section 4 extension of the code to extraterritorial offences. Section 5 certain laws not to be affected by this act. Chapter 2 general explanation. Section 6 definitions of the code. Definitions of the code to understood subject to exceptions. Section 7 sense of expression once explained. Section 8 gender. Section 9 number. Section 10 men and women. Section 11 person. Section 12 public. Section 13 definition of king. Section 14 servant of government. Section 15 definition of British India. Yes, 16 മുതൽ 13 വരെ ഡിഎമ്മോട് പറഞ്ഞേ. വീഡിയോ ഓണാക്കി. 16 definition of government of India. 17 government, 18 India, 19 judge, 20 court of justice, 21 movable property, 21 public servant, 22 movable property, 23 wrongful gain, 24 dishonesty, 25 fraudulently. 23 പറഞ്ഞേ. എന്താ സാർ? 23 പറഞ്ഞേ. 21 public servant. 23 wrongful gain and lawful loss രണ്ടും ഉണ്ട്. ശരി പറ. 24 dishonesty, 25 fraudulently, 26 reason to believe, 27 property in possession of wife, clerk, servant, 28 counterfeit, 29 document, 29A electronic record, 30 valuable security. Yes. 5 മോള് 30 മുതൽ 52A വരെ പറഞ്ഞേ. 30 മുതൽ 52A. 30 valuable security. 30 valuable security. 31 a will. 32 31 a will. 32 words referring to ഒരു മിനിറ്റ് സാർ. 30 valuable security. 31 a will. 32 33 പറ. Words referring to an act including illegal omissions. Yes, 33. 33 act omission. 34 act done by several persons in furtherance of common intention. 35 when an act is criminal. When an act is criminal which is done by when an act is criminal by the reason which is done by criminal knowledge or intention. Yes. 36 effort caused partly by act or partly by omission. 37 cooperation by doing one ശരിയായിട്ടില്ല അല്ലേ? ഇല്ല.
cooperation by doing one of several acts constituting an offense. 38 persons concerned in criminal act may be guilty of different offenses. 39 voluntarily, 40 offense. 50 വരെ പറയാം, 52 വരെ പറയണ്ട സാർ. അതെ, 52A വരെ പറയാം. 40 offense, 41 special law, 42 local law, 43 legal or illegal, legally or illegally bound to do, 44 injury, 45 life, 46 death, 47 animal, 48 vessel, 49 year month, 50 section, 51 oath, 52 good faith, 52A harbor. യെസ് സർ. നമ്മൾ എവിടെ വരെ പഠിച്ചേ? 64. 53 മുതൽ 64 വരെ നിയമോട് പറഞ്ഞേ. സാറേ അത് ഇന്നലെ രാത്രി എടുത്തതല്ലേ കുറച്ച്. പഠിച്ചില്ല അല്ലേ? ഇല്ല, അത് വൈകിട്ട് പറയാം. മേടിക്കും. 64 നമ്മൾ പഠിച്ചോ? 64 പറഞ്ഞു. യെസ്. 65 ലിമിറ്റഡ് ടു ഇംപ്രിസൺമെന്റ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈൻ. അതിന്റെ അർത്ഥം എന്തുവാ? ഇംപ്രിസൺമെന്റിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. തടവും പിഴയും ശിക്ഷ വിധിക്കാവുന്ന കുറ്റത്തിൽ പിഴത്തുക അടച്ചില്ലെങ്കിൽ വീഴ്ച വന്നതിന് കൊടുക്കാവുന്ന ശിക്ഷയുടെ പരിധി നിശ്ചയിക്കൽ എന്നാണ് അവിടുത്തെ അർത്ഥം. ലിമിറ്റഡ് ടു ഇംപ്രിസൺമെന്റ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈൻ വെൻ ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ അവാർഡബിൾ. എന്താ അർത്ഥം? തടവും പിഴയും ശിക്ഷ വിധിക്കാവുന്ന കുറ്റത്തിന്, വിധിച്ച കുറ്റത്തിനല്ല, വിധിക്കാവുന്ന കുറ്റത്തിന് പിഴത്തുക അടയ്ക്കാതെ വന്നാൽ, അങ്ങനെ വീഴ്ച സംഭവിച്ചാൽ കൊടുക്കാവുന്ന തടവ് ശിക്ഷയുടെ പരിധി നിശ്ചയിക്കണം. അർത്ഥം മനസ്സിലായോ? ഒന്നുകൂടി പറയോ സാർ? ഒരു കുറ്റമുണ്ട്, ആ കുറ്റത്തിന് രണ്ടും വിധിക്കാം, ശിക്ഷിക്കുകയും ചെയ്യാം, ഫൈനും കൊടുക്കാം. അപ്പൊ ഫൈന് കൊടുത്തു, ശിക്ഷയും കൊടുത്തു എന്ന് കരുതുക. പിഴത്തുക അടച്ചില്ല. അങ്ങനെ പിഴത്തുക അടച്ചില്ലെങ്കിൽ അയാൾക്ക് പരമാവധി ശിക്ഷ, പിഴത്തുക അടയ്ക്കാത്തതിനുള്ള പരമാവധി ശിക്ഷ എങ്ങനെ കൊടുക്കാം എന്നാണ് പറയുന്നത്. നിയമമൊക്കെ മനസ്സിലായോ? അഞ്ചിഷമൊക്കെ മനസ്സിലായോ? ഒന്നും കൂടി പറയാം. അതായത് ഒരു കുറ്റമുണ്ട്, ഞാനാണ് കുറ്റം ചെയ്തത്, നിയമോളുടെ കോടതിയിലാണ് കേസെടുത്തത്. പണ്ടത്തെ സാറല്ലേ എന്നൊന്നും വിചാരിക്കാൻ പറ്റിയല്ല, സ്ട്രോങ് ആയിട്ട് എവിഡൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 1 വർഷം തടവും 1,00,000 രൂപ പിഴയും ശിക്ഷിക്കാനുള്ള കുറ്റമാണ് ബോധ്യപ്പെട്ടത്. സാറല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു 8 മാസം തടവും 60,000 രൂപ പിഴയും ശിക്ഷിക്കാൻ ഗ്രൗണ്ടുണ്ട്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. സാറാന്ന് വിചാരിച്ചൊന്നും ഒരു രക്ഷയില്ല, ശിക്ഷിക്കും. അപ്പോൾ ഞാനൊരു അട്ടപ്പാടിയാണല്ലോ, ഞാൻ അകത്ത് പോയി കടന്നു. പൈസ അടയ്ക്കാൻ നിർവാഹമില്ല, ജയിലിലൊന്നും ട്യൂഷൻ പഠിപ്പിക്കാനുള്ള സംവിധാനമൊന്നും ഇല്ല, പൈസയില്ല. പൈസ ഇല്ലാതെ ഞാൻ എന്നെ വീണ്ടും എവിടെ കൊണ്ടുവന്ന് കാണിച്ചു, ജയിലിൽ കൊണ്ട് കാണിച്ചു. ജയിലല്ല, കോടതി കൊണ്ടുവന്നു. അപ്പോഴും മോള് തന്നെ അവിടെ ജുഡീഷ്യൽ ഓഫീസർ. അങ്ങനെ വന്നാൽ എങ്ങനെ എനിക്ക് വീണ്ടും തടവ് ശിക്ഷിക്കാം? മനസ്സിലായോ? മനസ്സിലായോ സാർ? തടവും പിഴയും ശിക്ഷിക്കേണ്ട കേസിൽ പിഴത്തുക അടയ്ക്കാതെ വന്നാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കേണ്ടത്? എങ്ങനെ? പിഴത്തുക അടയ്ക്കാത്തതിൻ്റെ തടവ് ശിക്ഷ കൊടുക്കേണ്ടത്.
the term for which the court directs the offender to imprisonment in the default of the payment of fine shall not exceed 1/4 of the term of imprisonment which maximum is fixed the offense. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കുറ്റത്തിന് 7 വർഷമാണ് പരമാവധി തടവെങ്കിൽ അയാൾക്ക് ഫൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഫൈൻ അടച്ചില്ലെങ്കിൽ പരമാവധി തടവ് ശിക്ഷയുടെ 1/4 മാത്രമേ ഫൈൻ അടയ്ക്കാത്തതിന് വേണ്ടി കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ, 5 മനസ്സിലായോ? ലൈൻ ഇല്ലേ? വായിക്കട്ടെ? മനസ്സിലായോ? മനസ്സിലായി സാർ. വായിക്കുന്ന അവിടെ നിൽക്കട്ടെ. അത് if the offense be punishable with imprisonment as well as fine, എങ്ങനാണെങ്കിൽ അതിൽ ഇംപ്രിസൺമെന്റും ഫൈനും ഉണ്ടെങ്കിൽ മാത്രമേ ഫൈൻ ഏർപ്പെടുത്താൻ പറ്റൂ. അങ്ങനെ ഇംപ്രിസൺമെന്റും ഫൈനും ഉള്ള കേസിൽ അയാൾ അകത്ത് കിടന്നു ഫൈൻ അടച്ചില്ലെങ്കിൽ ആ കേസിൽ മാക്സിമം എത്രയാണോ ഇംപ്രിസൺമെന്റ് കൊടുക്കാവുന്നത്, കൊടുത്തതല്ല, കൊടുക്കാവുന്ന ഇംപ്രിസൺമെന്റിന്റെ 1/4 മാത്രമേ ഫൈൻ അടയ്ക്കാത്തത് കൊണ്ട് പരമാവധി ഇംപ്രിസൺമെന്റ് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഇംപ്രിസൺമെന്റ് കൊടുക്കാം. എത്രയാ? എങ്ങനെയൊക്കെ നമ്മൾ ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നത്? ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കും അല്ലേ? ലൈഫ് ഇംപ്രിസൺമെന്റ് എത്രയായിട്ടാണ് നമ്മൾ റെക്കൺ ചെയ്യുന്നത്? അങ്ങനല്ല, എന്റെ ചോദ്യം അതല്ല. ലൈഫ് ഇംപ്രിസൺമെന്റ് ഒരു കാൽക്കുലേഷന് വേണ്ടി എടുക്കുമ്പോൾ എത്രയായിട്ടാ പരിഗണിക്കുന്നത്? എത്ര വർഷമാണോ? അതെ, എത്ര വർഷമായിട്ടാ പരിഗണിക്കുന്നത്? 25 ആണോ? 25 ആണോ? 20 ആണോ? എവിടെ പറഞ്ഞേക്കുന്നത് 20? 14. 57 എടുത്തേ. 57 എടുത്തോ? 20 വർഷം. Fractions of term of imprisonment. In calculating the fraction of the imprisonment punishment, imprisonment for life shall be reckoned as equivalent to imprisonment for 20 years. അപ്പോൾ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് കൊടുത്തു, 2 ലക്ഷം രൂപ ഫൈനും കൊടുത്തു. അങ്ങനെ ഫൈൻ കൊടുത്തപ്പോൾ 2 ലക്ഷം പോയിട്ട് 1 ലക്ഷം പോലും അടച്ചില്ല. അയാൾക്ക് എത്ര വർഷം കൊടുക്കാം? ഫർദർ ഇംപ്രിസൺമെന്റ് 20ന്റെ 4 കൊടുക്കാം അല്ലേ? കൊടുക്കാം. അപ്പൊ എത്ര കൊടുക്കും? 5 വർഷം കൂടെ അഡീഷണൽ കൊടുക്കാം. അപ്പൊ 25. അപ്പൊ 25 അല്ല, ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് 5. റെക്കൻഡ് ആസ് 20 ഇയേഴ്സ് എന്നാ പറഞ്ഞേക്കുന്നേ. കാൽക്കുലേഷന് വേണ്ടിയാണ് 20 ഇയേഴ്സ്. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നാച്ചുറൽ വെജിറ്റേഷൻ, ചാവുന്നത് വരെ അകത്ത് കിടക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോ അയാൾ ഫൈൻ അടയ്ക്കാൻ റെഡി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ റെക്കൺ ചെയ്ത് 20 വർഷം കഴിയുമ്പോൾ പറഞ്ഞു വിട്ടു പോയാനായിരുന്നു. ഫൈൻ അടയ്ക്കാത്തതുകൊണ്ട് റെക്കൺ ചെയ്താലും 25 വർഷം അകത്ത് കിടക്കണം അല്ലേ? പറഞ്ഞ വല്ലതും മനസ്സിലായോ? കമന്റ് ഉണ്ടോ? 66. Description of imprisonment for non-payment of fine. ശരി, 65 വായിക്കും. അതിനുശേഷം പറഞ്ഞാൽ രണ്ടുപേരും വായിച്ചു. 65. Limit to imprisonment for non-payment of fine. When imprisonment and fine awardable,
The term for which the court directs the offender to be imprisoned in default of payment of a fine shall not exceed 1/4 of the term of imprisonment, which is the maximum fixed for the offence, if the offence be punishable with imprisonment as well as fine. Yes. DMO വായിച്ചേ. 65. Limit to imprisonment for non-payment of fine when imprisonment and fine avoidable. The term for which the court directed the offender to be imprisoned in default of the payment of a fine shall not exceed one-fourth of the term of imprisonment, which is the maximum fixed for the offence, if the offence be punishable with imprisonment as well as fine. യെസ്. നോക്കൂ, അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇംപ്രിസൺമെന്റ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈൻ. 66 വളരെ ശ്രദ്ധിക്കണം. അത് ഇംപ്രിസൺമെന്റിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്? ഫൈൻ അടയ്ക്കാത്തത് കൊണ്ടുള്ള ഇംപ്രിസൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഒഫൻസ് ചെയ്തത് കൊണ്ടുള്ള ഇംപ്രിസൺമെന്റ് അല്ല. ഫൈൻ അടച്ചില്ല അതുകൊണ്ടുള്ള ഇംപ്രിസൺമെന്റ്. ദ ഇംപ്രിസൺമെന്റ് വിച്ച് ദ കോർട്ട് ഇമ്പോസസ് ഇൻ ഡീഫോൾട്ട് ഓഫ് ദ പേയ്മെന്റ് ഓഫ് ഫൈൻ. മനസ്സിൽ അവിടെ കോമ ഇട്ടിട്ട് വേണം പഠിക്കാൻ. ഒരാളെ ശിക്ഷിച്ചു, ഫൈനിൽ ശിക്ഷിച്ചു. ഫൈൻ വിത്ത് ഇംപ്രിസൺമെന്റും ആകാം, വിത്തൗട്ട് ഇംപ്രിസൺമെന്റും ആകാം. അങ്ങനെ വന്നപ്പോൾ അയാൾ ഫൈൻ അടച്ചില്ലെങ്കിൽ മേ ബി എനി ഡിസ്ക്രിപ്ഷൻ ടു വിച്ച് the offender might have been sentenced for an offense. ഒരു റിഗറസോ സിമ്പിളോ ആയ ഡിസ്ക്രിപ്ഷൻ എന്ന് IPC പറഞ്ഞാൽ റിഗറസ് ആണോ സിമ്പിൾ ആണോ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അല്ലാതെ വായി വരുന്ന അർത്ഥമൊന്നുമില്ല. മൈറ്റ് ഹാവ് ബീൻ ദ സെന്റൻസ് ഫോർ ദ ഓഫൻസ്. ഓക്കെ, എന്താണ് ആ ഒഫൻസിന് എന്ത് സെന്റൻസ് ആണോ കൊടുക്കേണ്ടത് ആ സെന്റൻസിനനുസരിച്ച് വേണം എന്ത് കൊടുക്കാൻ? ഇംപ്രിസൺമെന്റ് കൊടുക്കാൻ. പരമാവധി എത്ര കൊടുക്കാം? പരമാവധി എത്ര കൊടുക്കാം? 20 പരമാവധി 4/1 കൊടുക്കാം. 1/4 അല്ലേ? അതെ സാർ. ആ കുറ്റത്തിന്റെ പരമാവധി ശിക്ഷ IPCയിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് നിയമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ 4/1 മാത്രമേ ഡീഫോൾട്ട് ഓഫ് ഫൈൻ കൊടുക്കാൻ പാടുള്ളൂ. Am I right? ശരിയല്ലേ? അതെ സാർ. ഓക്കെ, അടുത്തത്. ശരി, രണ്ടുപേരുടെ ഒന്ന് വായിച്ചേ. 66. Description of imprisonment for non-payment of fine. The imprisonment which the court imposes in default of payment of a fine may be of any description to which the offender might have been sentenced for the offence. 66. Description of imprisonment for non-payment of fine. The imprisonment which the court imposes in default of payment of a fine may be of any description to which the offender might have been sentenced for the offence. Yes. Imprisonment for non-payment of fine when offence punishable with fine only. 67 പറഞ്ഞേക്കുന്നത് എന്താണ്? ഫൈൻ മാത്രം പണിഷ്മെന്റായി വരുന്ന കുറ്റങ്ങൾക്ക് ഫൈൻ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ ഫൈൻ ഏർപ്പെടുത്തുന്നത് എങ്ങനെയാ? 2 രീതിയിലാണ്. വിത്ത് ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ. ഫൈൻ ഒള്ളി 2 രീതിയിലാണ് ഫൈൻ ഏർപ്പെടുത്തുക. അപ്പോൾ ഇംപ്രിസൺമെന്റ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈൻ, ഫൈൻ അടയ്ക്കാത്തതുകൊണ്ട് ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നു. എങ്ങനെ? വെൻ ദ ഓഫൻസ് പണിഷബിൾ വിത്ത് ഫൈൻ ഒള്ളി. ഇംപ്രിസൺമെന്റ് ഫൈൻ മാത്രം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ. ഇംപ്രിസൺമെന്റ് ഇല്ല, പണിഷ്മെന്റ് ഫൈൻ മാത്രം എടുത്തിയ സാഹചര്യം.
If the offense is punishable with fine only, അത് ഈ ഫൈൻ ഒള്ളി എന്നുള്ളിടത്തെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഫൈൻ ഒള്ളി ഫൈൻ ഒള്ളി ഫൈൻ ഒള്ളി. എത്ര? സെക്ഷൻ 67 ഫൈൻ ഒള്ളി. The imprisonment which the court imposes in default of payment of fine shall be simple. അങ്ങനെ ഫൈനുള്ളി ഏർപ്പെടുത്തിയ കേസിൽ അയാൾ ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ അതിന് ഇംപ്രിസൺമെന്റ് കൊടുക്കും. എത്രയാ? മാക്സിമം പണിഷ്മെന്റിന്റെ 1/4 കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അത് എന്തായിരിക്കണം? ഷാൽ ബി സിമ്പിൾ ഇംപ്രിസൺമെന്റ്. മനസ്സിലായോ? അത്രയും മനസ്സിലായോ? മനസ്സിലായി സാർ. Yes. And the term for which the court directed the offender to be imprisoned in default of payment of fine shall not exceed the following scale. അങ്ങനെ ഫൈനുള്ളിയായ സാഹചര്യത്തിൽ ഫൈൻ അടയ്ക്കാത്തത് കൊണ്ട് ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നത് സിമ്പിൾ ആയിരിക്കണം. അങ്ങനെ സിമ്പിൾ ഇംപ്രിസൺമെന്റ് കൊടുക്കുമ്പോൾ താഴെ പറയുന്ന സ്കെയില് പാലിക്കണം. എന്താണ് സ്കെയില്? ദാറ്റ് ഈസ് ടു സേ, ആ സ്കെയിൽ ഇങ്ങനെ പറയുന്നു, ഫോർ എനി ടേം നോട്ട് എക്സീഡ് 2 months. അങ്ങനെ പറയുമ്പോൾ നോട്ട് എക്സീഡ് 2 months 2 മാസത്തിൽ കൂടാൻ പാടില്ല. When the amount of the fine shall not exceed 50, എന്താണ്? 50 രൂപയാണ് ഫൈനെങ്കിൽ 2 മാസത്തിൽ കൂടാൻ പാടില്ല. മനസ്സിലായോ? ഫൈൻ 50 രൂപയാണെങ്കിൽ ഡീഫോൾട്ടിലുള്ള ഇംപ്രിസൺമെന്റ് 2 മാസത്തിൽ കൂടാൻ പാടില്ലെന്ന്. ഇത് തന്നെ CRPC-യിലും പറയുന്നില്ലേ സാർ? CRPC-യും IPC-യും ഇങ്ങനാണല്ലോ, ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. IPC ഇല്ലെങ്കിൽ CRPC ഉണ്ടോ? ഇല്ല. ഇല്ല. IPC-ക്ക് വിരുദ്ധമായി CRPC വല്ലതും പറയാൻ പറ്റുമോ? IPC-യോടൊപ്പം പോകാനേ CRPC-ക്ക് പറ്റൂ. അതാ പറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും മക്കളെ വഴിതിരിഞ്ഞു പോകും. മക്കൾ അച്ഛനും അമ്മയും കളഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് പോകും. പക്ഷെ ഭാര്യ ഭർത്താവും അങ്ങനെ പോകാൻ പറ്റത്തില്ല. എന്താ ഞാൻ ഈ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സാർ. നീക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. അടുത്തത്, ആൻഡ് ഇഫ് ദ ടേം നോട്ട് എക്സീഡ് 4 months, 2 മാസമാണെങ്കിൽ 50 രൂപ, 4 മാസത്തിൽ കൂടാത്ത ടൈമാണെങ്കിൽ when the amount shall not exceed 100 rupees. ഡീഫോൾട്ടിലുള്ള സെന്റൻസ്, ഫൈൻ അടയ്ക്കാതെ ഡീഫോൾട്ടിലുള്ള സെന്റൻസ് 2 മാസമാണെങ്കിൽ 2 മാസത്തേക്കാണെങ്കിൽ 50 രൂപയാണ് ഫൈനെങ്കിൽ 2 മാസം, 100 രൂപയാണ് ഫൈനെങ്കിൽ 4 മാസം. ആൻഡ് ഫോർ എനി ടേം നോട്ട് എക്സീഡിങ് 6 months, 100 രൂപയിൽ കൂടുതൽ എത്ര ആണെങ്കിലും 6 മാസത്തിൽ കൂടുതൽ അകത്തിടാൻ പാടില്ല. അപ്പൊ 50 രൂപയാണ് ശിക്ഷിക്കുന്നെങ്കിൽ 50 രൂപ അടച്ചിട്ടങ്ങ് പോയാൽ പോരെ? 2 മാസം അകത്ത് കിടക്കാൻ പോണോ? 100 രൂപയാണ് ശിക്ഷിക്കുന്നെങ്കിൽ ഇന്നാ പിടിച്ചോ 100 രൂപ, അപ്പൊ കൊടുത്തിട്ടങ്ങ് പോയാൽ പോരെ? 4 മാസം അകത്ത് കിടക്കണോ? വേണ്ട. ആ 100 രൂപയിൽ കൂടുതൽ എത്ര ശിക്ഷിച്ചാലും 6 മാസത്തിൽ കൂടുതൽ, എത്ര രൂപ ഫൈൻ ഏർപ്പെടുത്തിയാലും 6 മാസത്തിൽ കൂടുതൽ കിടക്കാൻ പാടില്ല. അതിന് നിങ്ങൾ മജിസ്ട്രേറ്റായിട്ടിരിക്കുമ്പോൾ ഈ ഫൈൻ അടയ്ക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫൈൻ അടയ്ക്കാൻ പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. മജിസ്ട്രേറ്റ് അവിടെ നിന്ന് ചോദിക്കും. ഇല്ലേ മാനെ വലിയ ദാരിദ്ര്യം അത് എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് പറയുന്ന ഡയലോഗുണ്ട്, 6 മാസം അകത്ത് കിടന്നു. എന്താ? അപ്പോൾ അയാൾ 101 രൂപ എഴുതി തരും മിനിമം എന്നാണ് എൻ്റെ അർത്ഥം. ഫൈൻ അടയ്ക്കാമേ. ഇപ്പം 100-150 IPC പ്രകാരമായിട്ടുള്ളത്, മറ്റ് നിയമപ്രകാരമായിരിക്കും ഫൈൻ അടപ്പിക്കുന്നത്. അങ്ങനെ അടയ്ക്കുമ്പോഴത്തേന് 1500, 800, 2000, 5000 ഒന്നും പറഞ്ഞ് എഴുതി വെച്ച് തരും. ഈ 5000, 10000 ഒന്നും അടയ്ക്കാനില്ലെങ്കിൽ 6 മാസം അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി സാർ. കെട്ടിയവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പിടിച്ച്
കെട്ടിയവൻ്റെ അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കെട്ടിയോട് കുടുംബത്തിൽ പോയി വെള്ളം ഉണ്ടാക്കി പൈസ നടക്കും. ഇതാണ് കാര്യം. ശരി, 67 മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടുപേരും വായിച്ച കേൾക്കണം. 67. Imprisonment for non-payment of fine when offence punishable with the fine only. If the offence be punishable with the fine only, the imprisonment which the court imposes in default of payment of the fine shall be simple. The term for which the court directs the offender to be imprisoned in default of payment of fine shall not exceed the following scale. That is to say, for any term not exceeding 2 months, when the amount of the fine shall not exceed 50 rupees, and for any term not exceeding 4 months, when the amount shall not exceed 100 rupees, and for any term not exceeding 6 months in any other case. Yes, sir. Section 67. Imprisonment for non-payment of fine when offence punishable with the fine only. If the offence be punishable with the fine only, the imprisonment which the court imposes in default of payment of the fine shall be simple, and the term for which the court direct the offender to be imprisoned in default of payment of fine shall not exceed the following scale, that is to say, for any term not exceeding 2 months, when the amount of the fine shall not exceed 50 rupees, and for any terms not exceed 4 months, when the amount shall not exceed 100 rupees, and for any terms not exceed 6 months in any other case. Yes. Okay. The imprisonment which is imposed in default of payment of fine shall terminate whenever the fine is either paid or levied by any process of law. എന്തെങ്കിലും മനസ്സിലായോ? എന്തായാലും മനസ്സിലായോ? ഒന്നുകൂടി പറയൂ സാർ. The imprisonment which is imposed in default of the payment of fine shall be terminated whenever that fine is either paid or levied by any process of law. എന്തെങ്കിലും മനസ്സിലായോ? അത് വായിച്ചു. ഇല്ല സാർ. അപ്പോ എന്നെ നിയമോട് ഫൈന് ശിക്ഷിച്ചു അല്ലേ? അപ്പൊ ഞാൻ കയ്യും കാലും പിടിച്ച് പറഞ്ഞു ഒരു രക്ഷയില്ല, ഞാൻ അകത്ത് കിടക്കും. അപ്പോൾ എന്നെ നിയമമൊക്കെ അറിയാം, സാറാണെന്നറിയാം, നിയമോട് അച്ഛന് എന്നെ അറിയാം, വൈഫിനെ അറിയാം. അപ്പോഴത്തേന് നേരെ നിയമോട് അച്ഛൻ ഇവിടെ വൈഫിനെ വന്ന് കാണുകയാണ്. അപ്പോൾ വൈഫ് കൊണ്ട് പൈസ ഇറങ്ങി, പിന്നെ എന്നെ അകത്തിടാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അതാണ് അവിടെ പറഞ്ഞത്. എപ്പോഴാണോ അയാളുടെ പേരിൽ ആരെങ്കിലും പൈസ അടയ്ക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം? ഇംപ്രിസൺമെന്റ് ടെർമിനേറ്റ് ചെയ്യണം. ശരി, വൈഫിനെ വന്ന് കണ്ടപ്പെടുത്തേന് വൈഫ് പറഞ്ഞു, അയാളല്ലേ വീട്ടിൽ വലിയ ശല്യമാണ്, കുറച്ചാളകത്ത് കിടക്കട്ടെ. പുറത്തു വിടാൻ പറ്റുമോ? ഇല്ല, വിടാൻ പറ്റില്ല. അപ്പോഴേക്കും ഇപ്പോൾ ഇയമ്മോട് അച്ഛൻ എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ, പുള്ളിക്കറിയാം എനിക്ക് കൊല്ലത്ത് കുറച്ച് ഭൂമി കിടപ്പുണ്ട്. അത് നേരെ കൊല്ലത്തെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ അഞ്ചൂഷ അവിടെ കളക്ടറായിട്ട് ഇരിക്കും. അഞ്ചൂഷ വിചാരിച്ചു ഒന്നും അല്ലെങ്കിൽ പിടിച്ച് എന്നെ പഠിപ്പിച്ച സാറല്ലേ 2 ദിവസത്തോടെ അകത്ത് കിടക്കുക. നേരെ അഞ്ചൽ പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തു, അയാളുടെ ഭൂമിയിൽ നിന്ന് അവിടെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 10,000 രൂപ കെട്ടിവെക്കണം, ഭൂമി അറ്റാച്ച് ചെയ്ത് വിറ്റ് കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. എൻ്റെ സാറാണ്, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് പരിപാടിയൊക്കെ നടത്തി എന്ത് ചെയ്തു? എൻ്റെ ഭൂമി അറ്റാച്ച് ചെയ്ത് വിറ്റു. സർക്കാർ എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ കൊണ്ട് പൈസ അടച്ചു. പിന്നെ എന്നെ അകത്തിടാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ വായിച്ചു നോക്കുന്നൂടെ, ഞാൻ വായിക്കാം. ദ imprisonment which is imposed in the default of payment of fine shall be terminated. ഡീഫോൾട്ട് ഓഫ് ഫൈനിൽ അയാളെ ഇംപ്രിസൺമെന്റ് ചെയ്താൽ ടെർമിനേറ്റ് ചെയ്യണം. എപ്പോൾ? വെന്നെവർ, എപ്പോഴാണോ
ദാറ്റ് ഫൈൻ ഈസ് എയ്തർ പെയ്ഡ്, വൈഫ് കൊണ്ട് അടയ്ക്കുന്നതിനെ പെയ്ഡ് എന്ന് പറയും. വൈഫ് കൊണ്ട് അടയ്ക്കുന്നില്ല, ആരും അടയ്ക്കുന്നില്ല. ലെവീഡ് ബൈ പ്രോസസ് ഓഫ് ലോ, നിയമപ്രകാരം എൻ്റെ ആസ്തി ബാധ്യതകളിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അതിനെയാണ് ലെവീഡ് ബൈ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, ക്ലിയർ? 5 സമൊക്കെ റെഡിയായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. ആ, മക്കൾ രണ്ടുപേരും കൂടെ അത് വായിച്ചാൽ കേൾക്കട്ടെ. 68. Imprisonment to terminate on payment of fine. The imprisonment which is imposed in default of payment of fine shall terminate whenever that fine is either paid or levied by process of law. ലീവിഡ് ആണോ ലെവീഡ് അല്ലേ? ലെവീഡ്. Levied by process of. ലെവീഡ് എന്ന് പറഞ്ഞാൽ പിരിച്ചെടുക്കുക. ലെവീഡ്, ലെവി, ഹരം. ശരി. ആ, ഇത് നമ്മൾ വായിച്ചേ. Section 68. Imprisonment to terminate on payment of fine. The imprisonment which is imposed in default of payment of fine shall terminated whenever that fine is either paid or levied by process of law. യെസ്, അടുത്ത 69. 5 ദിവസത്തേക്ക് എപ്പോഴാണ് ക്ലാസ്? 9. അപ്പോൾ 16 പറഞ്ഞു നിർത്തിക്കളയാം. അതെ. The termination of imprisonment of payment of proportional part of fine. എന്താ ഈ അതിൻ്റെ അർത്ഥം എന്തുവാ? പ്രൊപ്പോർഷണൽ പാർട്ട് ഓഫ് ഫൈൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? വല്ലതും മനസ്സിലായോ? പ്രൊപ്പോർഷണൽ പാർട്ട് ഓഫ് ഫൈൻ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല സാർ. യെസ്. അപ്പോൾ ഉദാഹരണത്തിന് 5 ശതമാനടുത്തൊരു കുറ്റവാളി വന്നു, അവൻ്റെ പേര് എ. സംഭവം ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതാണ്. 5000 രൂപ അടിച്ച് കൈ കൊടുത്തു. പൈസ അടയ്ക്കാനില്ല, അകത്ത് പോയി. 5000 രൂപ അടിച്ച് കൈ കൊടുത്താൽ എത്ര മാസം അകത്തണം? പൈസ അടച്ചില്ലെങ്കിൽ 3 മാസം. 3 മാസം പരമാവധി 6 മാസം വരെ അകത്തിടാം. 100 രൂപ കൂടുതലാണ് അടിച്ചേക്കുന്നത്. 6 മാസം വരെ പരമാവധി അകത്തിടാം. പോരെ? 6 മാസം അയാൾ അകത്ത് കിടക്കാൻ റെഡിയാണ്. അയാൾ കുട്ടി കുപ്പായൊക്കെ തയ്പ്പിച്ചുകൊണ്ട് നേരെ ജയിലിൽ പോയി. തറഞ്ഞ് ഭാര്യ നെഞ്ചത്തടി നിലവിളിയൊക്കെ നടത്തിയിട്ട് ഭാര്യയുടെ കൈ സ്വർണ്ണമൊന്നുമില്ല. വീട്ടിൽ പോയി നെഞ്ചത്തടിയൊക്കെ നിലവിളിയൊക്കെ വിളിച്ചുകൊണ്ട് അവരൊരു 4000 രൂപ കൊണ്ട് അടച്ചു എന്ന് കരുതിക്കോ. അയാളിപ്പോൾ 6 മാസം അകത്തിട്ടു. 3 മാസം അയാൾ കിടന്നു. ബാക്കി 2500 രൂപ അടച്ചു. അയാളെ തുറന്നുവിടാൻ പറ്റുമോ? ഇല്ല. ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം. 6 മാസത്തേക്കാണ് അയാളെ അകത്തിടാൻ പറഞ്ഞത്. 3 മാസം 5000 രൂപ ഫൈൻ അടിച്ചു. 6 മാസം അകത്തിടാൻ പറഞ്ഞു. 3 മാസം അകത്ത് കിടന്നു. 2500 രൂപ ഭാര്യ കൊണ്ട് അടച്ചു. അയാളെ തുറന്നു വിടാൻ പറ്റുമോ? ഇല്ലേ? പറ്റും. പകുതി പറ്റും. അതാണ് പ്രൊപ്പോർഷനേറ്റ് ഫൈൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓരോ ദിവസവും ഇപ്പം മൊത്തം 30 ദിവസത്തേക്ക് ശിക്ഷിച്ചു എന്ന് കരുതുക. അപ്പോൾ മൊത്തം എമൗണ്ടിനെ 30 കൊണ്ട് ഹരിക്കുമ്പോൾ ഓരോ ദിവസത്തെയും ഫൈൻ കിട്ടും. അപ്പോൾ അയാൾ എത്ര ദിവസമാണോ അകത്ത് കിടന്നത് ബാലൻസ് എമൗണ്ട് അടച്ചാൽ അയാളെ തുറന്ന് വിടാം. അത് ദിവസം അനുസരിച്ചാണ് നമ്മൾ കണക്കൂട്ടുന്നത്. 1 വർഷത്തേക്ക് ശിക്ഷിച്ചാൽ 365 ദിവസത്തിൽ 1 ദിവസം എത്ര രൂപയാണ് ഫൈൻ എന്ന് കണക്ക്. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഇയാൾ 3 മാസം അകത്ത് കിടന്നു, അല്ലെങ്കിൽ 4 മാസം അകത്ത് കിടന്നു, അല്ലെങ്കിൽ ഇത്ര ദിവസം അകത്ത് കിടന്നു, ബാക്കി പൈസ കൊണ്ടടച്ചാൽ അയാൾ അപ്പോഴേ തുറന്നു. കുഴി കിട്ടിയോ?
മനസ്സിലായി സാർ. Yes. മനസ്സിലായി സാർ. The termination of imprisonment on payment of a proportional part of fine. ഈ പ്രപ്പോർഷണൽ പാർട്ട് ഓഫ് ഫൈൻ എന്നുള്ളതിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. പ്രപ്പോർഷണൽ എന്ന് പറയുന്നതിന് അർത്ഥം മനസ്സിലായല്ലോ. എത്ര ദിവസമാണോ അയാളെ ശിക്ഷിച്ചത്, എത്ര രൂപയാണോ ശിക്ഷിച്ചത്, ആ ദിവസത്തിനെ രൂപ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ദിവസം എത്ര രൂപയാണ് ശിക്ഷിച്ചതെന്ന് മനസ്സിലാവും. അയാൾ എത്ര ദിവസം അകത്ത് കിടന്നുവോ ബാലൻസ് എമൗണ്ട് കൊണ്ട് അടച്ചാൽ അയാൾ അപ്പം തന്നെ ഇറക്കിക്കൊണ്ട് പോകാം. ഇത്രയേ അനർത്ഥമുള്ളൂ. അത് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഇഫ് before the expiration of a term of imprisonment fixed in the default of payment, such a proportion of the fine paid or levied that the term of imprisonment is covered in the default of payment not less than proportional part of fine still unpaid, the imprisonment shall be terminated. മനസ്സിലായല്ലോ? ഞാൻ മലയാളത്തിൽ പറഞ്ഞതാണ്. ഇത് ഇതൊന്നും വായിച്ചാലൊന്നും മനസ്സിലാവില്ല. എത്ര ദിവസമാണോ ഒരാളെ ശിക്ഷിച്ചത്, എത്ര രൂപയാണോ അയാളെ ഫൈൻ ഏർപ്പെടുത്തിയത്, അയാൾ എത്ര ദിവസമാണോ കിടന്നത്, മൊത്തം ദിവസത്തിനെ മൊത്തം എമൗണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ദിവസത്തെ പൈസ കിട്ടും. ആ ഒരു ദിവസത്തെ പൈസ അയാൾ എത്ര ദിവസമാണോ ഇന്നിക്കിടക്കേണ്ടത് ആ പൈസ അങ്ങ് അടച്ചാൽ അയാളെ അന്ന് തുറന്നു വിടണം. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി 9 മിനിറ്റേ ഉള്ളൂ. ഇല്ലസ്ട്രേഷൻ ഒന്ന് വായിച്ചേ അഞ്ചിസം മോളെ. Illustration: A is sentenced to a fine of 100 rupees and to 4 months imprisonment in default of payment. Here, if 75 rupees of the fine be paid or levied before the expiration of 1 month of the imprisonment, A will be discharged as soon as the first month has expired. If 75 rupees be paid or levied at the time of the expiration of the first month, or at any later time while A continues in imprisonment, A will be immediately discharged. If 50 rupees of the fine be paid or levied before the expiration of 2 months of the imprisonment, A will be discharged as soon as 2 months are completed. If 50 rupees be paid or levied at the time of the expiration of those 2 months, or to any later time while A continues in imprisonment, A will be immediately discharged. യെസ്. അപ്പോൾ മനസ്സിലായോ മക്കളെ? മനസ്സിലായി സാർ. അപ്പോൾ രണ്ടുപേരുടെ വായിച്ചോ. വായിച്ച് തീരുമ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ അവിടെ വെച്ച് നിർത്തും. വായിച്ചോ, തിരിയാ. രണ്ടുപേരും വായിച്ചോ. നിശമോളായത് 69. Termination of imprisonment on payment of proportional part of fine. If before the expiration of the term of imprisonment fixed in default of payment, such a proportion of the fine be paid or levied at that the term of imprisonment suffered in default of payment is not less than proportional to the part of the fine still unpaid, the imprisonment shall terminate. Section 69. Termination of imprisonment on payment of proportional part of fine. If before the expiration of the term of the imprisonment fixed in the default of payment, such a proportion of the fine be paid or levied that the term of imprisonment suffered in default of payment is not less than proportional to the part of the fine still unpaid, the imprisonment shall terminate. Illustration: A is sentenced to a fine of 100 rupee and to 4 months imprisonment in default of payment. Here, if 75 rupees of fine be paid or levied before the expiration of 1 month of the imprisonment, A will be discharged as soon as the first month has expired. If 75 rupees be paid or laid at the time of the expiration of the first month, or at any later time while A continues in imprisonment, A will be immediately discharged. If 50 rupees of the fine be paid or levied
before the expiration of 2 months of the imprisonment, A will be discharged as soon as 2 months are completed. If 50 rupees be paid or levied at the time of expiration of those 2 months or at any late time while A continues in imprisonment, A will be immediately discharged.